ഹായ് കൂട്ടുകാരെ, ഗണിതം മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് 3-4 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കിട്ടിയ ഗണിത കിറ്റ് ഉണ്ടല്ലോ. അപ്പം 4 കുട്ടികൾക്ക് കിട്ടിയ അതേ കിറ്റ് തന്നെ 3 കുട്ടികൾക്കായിട്ടും ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം 2ലും പൊതുവായിട്ടുള്ള പഠനോപകരണങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ. അപ്പം കൃത്യമായിട്ട് ഓരോ പഠനോപകരണവും കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അത് കണ്ടാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്കറിയാം, വീട്ടിലൊരു ഗണിത ലാബ്, നിങ്ങളുടെ വീട്ടിലും ഗണിത പഠനം മധുരമാക്കുന്നതിന് വേണ്ടി കൊച്ചു കൊച്ചു പഠനോപകരണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ കളി ഒരു രസമായിട്ട് അനുഭവപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കളിക്കാനൊക്കെ തുടങ്ങും, നമുക്കത് കിട്ടിയല്ല. അപ്പോൾ നമ്മളത് എടുത്ത് മടക്കി വെച്ചിട്ട് വേറെ കളികളിൽ ഏർപ്പെടും. അപ്പോൾ നമുക്ക് ഗണിത പഠനം മധുരമായി അനുഭവപ്പെടില്ല. അപ്പോൾ ഈ പഠനോപകരണങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കുന്ന അധ്യാപകർക്കും മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ പ്രയോജനപ്പെട്ട വീഡിയോ ആണ്. തന്നെയുമല്ല, നമ്മളുടെ സ്കൂളിൽ ഗണിത ലാബ് ഒരുക്കുന്നതിന് ഇത് സഹായകരമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഗെയിം കാർഡ് എന്ന് പറയുന്നത് 3ലെയും 4ലെയും കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. അപ്പോൾ 2 ക്ലാസ്സിലും പൊതുവായിട്ടുള്ളതാണ്. ഇത് 2 പേർ ചേർന്ന് കളിക്കുന്ന കളിയാണ്. സ്ഥാനവില മനസ്സിലാക്കാനും സംഖ്യകൾ വലുതോ ചെറുതോ കണ്ടുപിടിക്കാനും ഒക്കെ നല്ല രസകരമായ ഒരു കളിയാണ്. ഇതിനടിയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 1 മുതൽ 9 വരെ എഴുതിയ സംഖ്യാ കാർഡുകളുണ്ട്. അപ്പോൾ ഇത് ഒരു കുട്ടിക്കുള്ള സംഖ്യാ കാർഡുകളാണ് ഈ 2 സെറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ വേറൊരു കാർഡ്, അടുത്ത കുട്ടിയുടെ കാർഡ്, 2 പേരും കൂടെ വെച്ചതിന് ശേഷം ഒരു കാർഡ് ഇവിടെയും ഒരു കാർഡ് ഇവിടെയും, അതിൻ്റെ നടുക്ക് ഈ സംഖ്യാ കാർഡുകൾ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ കളി എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ടീച്ചറെ കാർഡുകൾ മുറിച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കുട്ടിക്ക് ഇവിടെ ടോക്കണാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് കാർഡ് തന്നെ വേണമെന്നില്ല, ടോക്കൺ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഈ കാർഡിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, 1, 10, 100, 1000 വരെയുള്ള സ്ഥാനവില പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സംഖ്യകൾ രൂപീകരിക്കാനാണ്. അത് തന്നെ 2 സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 2 കുട്ടികൾക്ക് ഒരേ സമയം ഇത് തന്നെ ഉപയോഗിച്ച് കളിക്കാം. അപ്പോൾ ഇത് ഒന്നങ്ങോട്ട് മുറിച്ച് മാറ്റുകയാണ്. നോക്കൂ, ഇപ്പം 2 കാർഡായി. അപ്പം ഞാൻ ഈ 2ൻ്റെയും നടുക്ക് കൊണ്ടുപോയി ഇത് വെക്കുകയാണ്. ഇപ്പം 2ൻ്റെയും നടുക്ക് കൊണ്ട് ടീച്ചർ വെച്ചു. അമലും നിമലുമാണ് ഈ കളി കളിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ചാൻസ് അമലിനാണ്. അമൽ എന്ത് ചെയ്യുക, ഇത് 4 എണ്ണം എടുക്കാം. അത് ആ 4 എണ്ണം ഒരേ സമയത്ത് എടുത്തിട്ടോ മാറി മാറി എടുത്തിട്ടോ നിങ്ങൾക്ക് കളിക്കാം. അതൊക്കെ കളിയുടെ നിങ്ങൾക്ക് ഉചിതം പോലെ ചെയ്യാം. ഇപ്പം ആദ്യം അമൽ ഇവിടെ കളിക്കാൻ പോവാണ്. അമൽ ഒരു ടോക്കൺ ഇങ്ങോട്ട് എടുത്തു. ഇതിങ്ങനെ മറിച്ച് നോക്കി, ഇവിടെ കിട്ടിയിരിക്കുന്നത് 1 ആണ്. അപ്പം ഇവിടെ നമ്മൾ രൂപീകരിക്കേണ്ടത് വലുതോ ചെറുതോ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിതിൽ രൂപീകരിക്കാൻ പോകുന്നത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കണ്ടുപിടിക്കുന്നത് ആര് എന്നാണ്. അപ്പോൾ ഇവിടെ അമലിന് 1 എന്ന് കിട്ടി. ഈ 1 അമലിന് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. നോക്കൂ, അപ്പോൾ അമലിന് 1ൻ്റെ സ്ഥാനത്ത് വെക്കാം, 10ൻ്റെ സ്ഥാനത്ത് വെക്കാം, 100ൻ്റെ സ്ഥാനത്ത് വെക്കാം. അമൽ ഏതായാലും 1000ൻ്റെ സ്ഥാനത്താണ് 1 കൊണ്ടുവച്ചത്. ഇനി അടുത്തത് നിമലിനാണ്. നിമൽ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് ഒരു കാർഡ് എടുത്തു. ഇതാണ് നിമലിൻ്റെ സെറ്റ്. ഇവിടെ കിട്ടിയത് 2 ആണ്. അപ്പം നിമൽ കൊണ്ടുവച്ച് ഇങ്ങനെ ഏതിൽ വെക്കണം എന്ന് തീരുമാനിച്ചു. ഇവിടെ 100ൽ കൊണ്ടുവച്ചു. ഇനി അടുത്ത് നോക്കൂ, അടുത്തത് അമലാണ്. വീണ്ടും എടുത്തു. ഇവിടെ കിട്ടിയത് 9 ആണ് കിട്ടിയത്. അപ്പോൾ ആ 9 കൊണ്ടുപോയിട്ട് 1ൻ്റെ കോളത്തിൽ വെച്ചു. ഇനി അടുത്തത് നിമൽ കളിക്കുകയാണ്. അവിടെ 3 കിട്ടി. 3 കൊണ്ടുപോയി 10ൻ്റെ കോളത്തിൽ വെച്ചു. അടുത്തത് അമൽ വീണ്ടും എടുത്തു, ടോക്കൺ എടുത്തു. ഇവിടെ കിട്ടിയത് 6 ആണ് കിട്ടിയത്. ഈ 6 കൊണ്ടുപോയി 10ൻ്റെ കോളത്തിൽ വെച്ചു. അടുത്തത് നിമൽ വീണ്ടും കളിക്കുകയാണ്. ഇവിടെ കിട്ടിയത് 9 ആണ്. 9 പോയി 1000ൻ്റെ കോളത്തിൽ കൊണ്ടുവച്ചു. ഇനി ഇത് ഇവിടെ കിട്ടി. ഇവിടെ കിട്ടിയത് 2 ആണ്. 2 കൊണ്ടുപോയി ഇവിടെ വെച്ചു. അവിടെ വെക്കാനുള്ളൂ, വേറെ ഇല്ല. അടുത്തത് നിമൽ കാർഡ് എടുത്തു. 8 ആണ്. 8 കൊണ്ടുപോയി ഇവിടെ 1 മാത്രമേ ഉള്ളൂ, ഇവിടെ വെച്ചു.
ഇനി ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ A4 പേപ്പറിലോ വരയ്ക്കാം. വരച്ചിട്ട് ഒന്നാമത്തെ കുട്ടിയുടെ പേര് അമൽ കൃഷ്ണ, ഇവിടെ നിമൽ കൃഷ്ണ എന്ന് എഴുതാം, കിട്ടിയ സംഖ്യ എഴുതാം. ആ രീതിയിൽ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ ടീച്ചർ കാണിച്ചു തരികയാണ്. ഇത് നമുക്ക് വായിച്ചു നോക്കാം. ഈ സംഖ്യ 1000ൻ്റെ സ്ഥാനത്തായതുകൊണ്ട് 1269 കിട്ടുന്നത്. ഇവിടെ നോക്കൂ, 9238. കൂട്ടുകാർ പറയൂ, ഏതാണ് ഇതിലേറ്റവും ചെറുത്? അപ്പം നോക്കൂ, ഇതിലേറ്റവും ചെറുത് 1000ൻ്റെ കോളത്തിൽ 1 വന്നപ്പോൾ 1269 ഉള്ളൂ. ഇവിടെ 1000ൻ്റെ കോളത്തിൽ 9 വന്നപ്പോൾ 9238. ഈ ഒരു കളി കളിച്ചപ്പോഴത്തേക്കും നിമലിന് ഐഡിയ പിടികിട്ടി. അതായത് ഈ 9 ഇവിടെ കൊണ്ടുവച്ചത് കൊണ്ട് വലിയ സംഖ്യയായി മാറി. മനസ്സിലായില്ലേ? പിന്നെ ഇത് നമ്മൾ ഷഫിൾ ചെയ്താൽ വെച്ചിരിക്കുന്നത്, ഇടകലർത്തിയ വെച്ചിരിക്കുന്നത്, നമുക്ക് കിട്ടില്ല, ഒരു ഭാഗ്യവും കൂടിയുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി നോക്കാം, അടുത്തത് വീണ്ടും ഇവർ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അടുത്ത കളി കളിക്കാൻ പോവാണ്. അടുത്തത് അമൽ തന്നെ തുടങ്ങി. അമൽ തുടങ്ങാൻ നേരത്തെ നിമൽ പറഞ്ഞു, പറ്റില്ല, ഈ പ്രാവശ്യം ഞാനാണ് തുടങ്ങുന്നത്. ശരി, എന്തെങ്കിലും തുടങ്ങിക്കോ. അപ്പോൾ ഇവനിവിടെ കാർഡ് എടുത്തു. ഇവിടെ കിട്ടിയത് 4. അപ്പോൾ നിമൽ ഇങ്ങനെ ചിന്തിച്ചു, എവിടെ കൊണ്ട് വെക്കണം 4? ഇനിയിപ്പോൾ അടുത്ത ഏതാ കിട്ടുക എന്നറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് 100ൻ്റെ കോളത്തിൽ കൊണ്ടുപോയി 4 വെച്ചു. അടുത്തത് അമലിനാണ്. അവനെടുത്തു 7 കൊണ്ടുപോയിട്ട് അവൻ എന്ത് ചെയ്തു? ഈ 1ൻ്റെ കോളത്തിൽ കൊണ്ടുവച്ചു 7. അടുത്തത് നിമലെടുത്തു 5. അപ്പം നിമൽ എന്ത് ചെയ്തു എന്നറിയാവോ? 5 വന്നതുകൊണ്ട് ഇനി എന്താണെന്നൊന്നും അറിയില്ല, 10ൻ്റെ കോളത്തിലേക്ക് വെച്ചു. നമുക്ക് ഈ കോളത്തിലേക്ക് ഞങ്ങൾ എടുത്തു വെക്കാം, കൂട്ടി മുട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്തത് അമലിൻ്റെ കളിയാണ്. അമലെടുത്തു 3 കിട്ടിയത്. 3 കിട്ടിയതുകൊണ്ട് ഭാഗ്യപരീക്ഷണത്തിന് എന്ത് ചെയ്തു? ഇവിടെ തന്നെ കൊണ്ടുവച്ചു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നിമലാണ്. നിമലെടുത്തു 9. വേഗം കൊണ്ടുപോയി നിമൽ എന്ത് ചെയ്തു? 1ൻ്റെ കോളത്തിൽ കൊണ്ടുവച്ചു. അടുത്തത് അമലാണ്. എടുത്തു 8. അമലൊന്ന് ഞെട്ടിപ്പോയി, 8. അപ്പോൾ 8 ഏതായാലും 10ൻ്റെ കോളാണ് അവിടെ ഒഴിവുള്ളത്, അവിടെ കൊണ്ടുവച്ചു. അടുത്തത് നിമലിൻ്റെ കളിയാണ്. എടുത്തു 7. രക്ഷയില്ല, നിമലിന് ഈ ഒരു കോളേ ഉള്ളൂ, ഇവിടെ തന്നെ കൊണ്ടുവച്ചു. അടുത്തത് അമലാണ്. അമലെടുത്തു ഭാഗ്യം 4. അപ്പോഴത്തേക്ക് അമൽ കൈകൊട്ടി ചിരിച്ചു തുടങ്ങി. എന്താ കാര്യം? നമുക്കറിയാം, ഇവിടെ 1000ൻ്റെ കോളത്തിൽ 4 വന്നത്, ഇവിടെ 1000ൻ്റെ കോളത്തിൽ 7 വന്നത്. പിന്നെ ഒന്നും നോക്കണ്ട ആവശ്യമില്ല. ഇവിടെ 7 വന്നപ്പോൾ 7000 വന്നു, ഇവിടെ 4 വന്നപ്പോൾ 4000 ഉള്ളൂ. ഇപ്പോഴും കളിയിൽ ജയിച്ചത് ആരാണ്? അമലാണ് ജയിച്ചത്. നിമല് നിർഭാഗ്യവശാൽ തോറ്റു. നമുക്ക് ഒരു കളിയും കൂടി ഞാൻ കളിച്ചാലോ? അപ്പം നമുക്ക് ഈ സംഖ്യകൾ ഇങ്ങോട്ട് കയറ്റി വെക്കാം. ഇവിടേക്ക് കയറ്റി വെക്കുകയാണ്. ഇതേ സംഖ്യകളാണ്. 2 പേരും ഇങ്ങോട്ട് കയറ്റി വെച്ചു. അടുത്തത് ഇവിടെ കളിക്കാം. പക്ഷെ അടുത്ത കളിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വലിയ സംഖ്യകളെ ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ ചെറിയ സംഖ്യകളാണ് ഉണ്ടാക്കിയത്. ഇവിടെയാണ് 2 ചെറിയ സംഖ്യകൾ വന്നത്. 1269 9238. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളൊക്കെ എഴുതി വെക്കുക, അത് വായിക്കുക. എത്ര 10കളുണ്ട്, എത്ര 100കളുണ്ട്, എത്ര 1കളുണ്ട്, എല്ലാം വളരെ ഭംഗിയായി പഠിക്കാനുള്ള ഒരു ഗെയിം കാർഡാണ് ഇത് വന്നത്. നമുക്ക് അടുത്തത് ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. അടുത്തത് പിന്നെ നിമൽ ഇവിടെ കളി തുടങ്ങി. രണ്ടാമത്തത് ഇവിടെ അമൽ കളിക്കാൻ പോവാണ്. അമൽ ആദ്യം എടുത്തു 5. അമൽ ഭാഗ്യപരീക്ഷണത്തിന് നിന്നില്ല, 5 കൊണ്ടുപോയിട്ട് 10ൻ്റെ കോളത്തിൽ അങ്ങോട്ട് വെച്ചു. അടുത്തത് നിമലാണ് എടുക്കുന്നത്. എടുത്തു 1. നിമൽ സന്തോഷം കൊണ്ട് ചിരിച്ചു. അപ്പോൾ നിമൽ എന്ത് ചെയ്യുന്നറിയാവോ? ഈ 1 കൊണ്ടുപോയിട്ട് ഏറ്റവും ചെറുതിൽ കൊണ്ടുവച്ചു. കാരണം 1നേക്കാൾ ചെറുത് വേറെ ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചു. ഇവിടെ നമുക്ക് ഉണ്ടാക്കേണ്ടത് വലിയ സംഖ്യയാണ്. അടുത്തത് അമലിൻ്റെ ചാൻസാണ്. അമലെടുത്തു 5. ഇതും 5 തന്നെയാണ് കിട്ടിയത്. അപ്പം എന്ത് ചെയ്തെന്നറിയാവോ? അത് കൊണ്ടുപോയി 100ൻ്റെ കോളത്തിൽ അങ്ങോട്ട് വെച്ചു.
അടുത്തത് നിമലിൻ്റെ കളിയാണ്. നിമൽ എന്ത് ചെയ്തു? അടുത്ത സംഖ്യാ കാർഡ് ഇങ്ങോട്ട് എടുത്തു. 3 ആണ്. ആ 3 കൊണ്ടുപോയി 10ൻ്റെ എടുത്തു, അവിടെ വെച്ചു. അടുത്തത് അമലിൻ്റെ കളിയാണ്. എടുത്തു 4 കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഇവിടെ കൊണ്ടുവച്ചു. അടുത്തത് എന്താ കിട്ടുകയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നിരിക്കുന്നത് 9 ആണ്. നിമൽ ഉള്ളിലിങ്ങനെ സന്തോഷം വല്ലാതെ വന്നു തുടങ്ങി. നിമൽ കൊണ്ടുപോയി 1000ൻ്റെ കോളത്തിൽ കൊണ്ടുവച്ചു. അടുത്തത് ഇവിടെ വന്നിരിക്കുന്നത് 2 ആണ്. രക്ഷയില്ല. അമലിൻ്റെ മുഖം ചുളിഞ്ഞു. അമൽ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവച്ചു. അടുത്തത് ഇവിടെ നോക്കൂ, ഇവിടെ കാർഡ് എടുത്തു, തുറന്നു തന്നെയാണ് ഇരുന്നത്, പക്ഷെ മാറ്റാൻ പറ്റില്ലല്ലോ. ഇത് 6 ആണ്. അപ്പോൾ നിമൽ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇപ്പം നോക്കൂ കൂട്ടുകാരെ, ഇതിലേതാണ് വലുത്? നമുക്കറിയാം ഇവിടെ രൂപീകരിച്ചത് ചെറുതാണ്, 2000 ഉള്ളൂ. ഇവിടെ 9000 ഉണ്ട്. അപ്പോഴും നിമൽ കൈകൊട്ടി ചിരിച്ചു തുടങ്ങി. ഇത്തവണ ഞാൻ ജയിച്ചു, നീ തോറ്റു. മനസ്സിലായില്ലേ? ഇങ്ങനെ വരുമ്പോൾ ഈ കളിയിലൂടെ നമുക്ക് ഏറ്റവും ചെറുതാണ് സംഖ്യ രൂപീകരിക്കേണ്ടതെങ്കിൽ 1000ൻ്റെ കോളത്തിൽ ഏറ്റവും ചെറുത് വരണം. ഏറ്റവും വലുതാണെങ്കിൽ 1000ൻ്റെ കോളത്തിൽ ഏറ്റവും വലുത് വരണം. ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടും. അതുപോലെ കൃത്യമായിട്ട് സ്ഥാനവില മനസ്സിലാക്കാനും ഈ കളി ഉപയോഗിക്കാം. ഇങ്ങനെ കളിച്ചു വരുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്കൊരു ഭാഗ്യമാണ് വരുന്നത്. കാരണം നമ്മൾ ഡൈസ് ഇട്ടിട്ടോ ഒന്നുമല്ല കളിക്കുന്നത്. ഇതിങ്ങനെ കാർഡ് കശക്കി വെക്കുന്നത് പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് ഭാഗ്യമാണ് വരിക. അപ്പോൾ നമുക്ക് ഓരോ കളി കളിക്കുമ്പോഴും ആരുടെ അടുത്താണ് ഭാഗ്യമെന്നറിയാൻ വീണ്ടും വീണ്ടും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾക്കൊരു മടുപ്പ് വരില്ല. ഇനി 2 പേര് തന്നെ അല്ല കേട്ടോ, നിങ്ങൾക്ക് 3 or 4 പേർക്കൊക്കെ ഈ കളി വെച്ച് കളിക്കാവുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഇനി ഇത് തന്നെ ഒരാൾക്ക് ഒരു സെറ്റ് ഒരാൾക്ക് എടുക്കുക, അടുത്ത 2 സെറ്റ് വേറൊരാൾക്ക്, ആ രീതിയിൽ കളിക്കാം. അതൊക്കെ നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക. ഈ കളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത കളി ഗോലി കളിക്കാം. ഇപ്പോൾ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും കുറച്ച് ഗോലി കിട്ടിയാൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി കുഴിയൊക്കെ കുത്തി കോട്ടികളി എന്ന് പറയൂലേ, കളിക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കളിക്കാട്ടോ, കുഴപ്പമില്ല, നിങ്ങൾക്കത് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമുക്കൊരു ഗെയിം കാർഡാണ് ഇത് നമുക്ക് 2 3 4 പേർക്കൊക്കെ കളിക്കാം. 3ലെയും 4ലെയും കുട്ടികൾക്ക് ഉള്ള ഗെയിം കാർഡാണ്. ഇതിനകത്ത് നമുക്ക് മഞ്ചാടി ഉപയോഗിക്കാം, ഗോലി ഉപയോഗിക്കാം, നാണയം ഉപയോഗിക്കാം, പിന്നെ ഇതേപോലെയുള്ള ടോക്കണുകൾ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ മഞ്ചാടിക്ക് പകരം ടീച്ചർ ഇതുപോലെ 4 കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. മഞ്ചാടി നമുക്കറിയാം നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഉരുണ്ടങ്ങ് പോവും. അതുകൊണ്ട് ടീച്ചർ അത് ഒരു കരുവായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഇതുപോലെ നോക്കൂ, ചെറിയ ബട്ടൺസ് പോലെ കണ്ടോ, ഇത് നമുക്ക് ഉപയോഗിക്കാം കരുക്കളായിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കറിയാം പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ കിട്ടുന്നതാണ്, മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ബട്ടൺസാണ്, അത് ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീട്ടിൽ എന്താണോ ഉള്ളത്, പുളിങ്കുരു വേണോ അതൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കരു ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 4 കരുക്കളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. 4 അക്ക സംഖ്യകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് കളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഏതായാലും 2 പേര് ചേർന്നിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് വരച്ച് വെച്ചാൽ എളുപ്പമാണ്. കിട്ടിയ 4 അക്ക സംഖ്യകൾ എഴുതി വെക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ കളിക്കാൻ തുടങ്ങുന്നത് ഒന്ന് നീരജാണ്. നീരജും റയാനുമാണ് ഇവിടെ കളിക്കാൻ തുടങ്ങുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത് ചെയ്തിട്ട് വലിയ അക്കമാണ് ഇവിടെ രൂപീകരിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് കളിക്കാം. അപ്പോൾ ഈ 4 എണ്ണം ഏതാണെങ്കിലും 4 കരുക്കളും ഒരുമിച്ചെടുക്കുക. ഒരുമിച്ചെടുത്തതിന് ശേഷം ഈ ഗെയിം കാർഡിലേക്ക് എറിയാം. ഈ ഗെയിം കാർഡിലേക്ക് ഇങ്ങനെ ഇട്ട സമയത്ത് ഇവിടെ നോക്കുക, ഒരെണ്ണം പുറത്തു പോയി അല്ലേ? ആ പുറത്തു പോയത് കൊണ്ട് ഈ കുട്ടിക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കുകയാണ്. നമുക്ക് ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ വരെ വീണാൽ മതി. അപ്പോൾ ഒരു ചാൻസും കൂടെ കൊടുത്തു. 2 ചാൻസ് കൊടുക്കാട്ടോ, അഥവാ ഒന്ന് തെറ്റിപ്പോയാൽ ഒരു ചാൻസും കൂടെ. അപ്പോൾ നീരജ് ഇത് ഇടാൻ പോവാണ്. ഇതിങ്ങനെ വീണു. ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇവിടെ 9ൽ 2 എണ്ണം വീണിട്ടുണ്ട്. പിന്നെ 1 0-ലാണ്, 1 5-ലാണ് കിടക്കുന്നത്. അപ്പോൾ 5 0 9 ഇവ ഉപയോഗിച്ച് 4 അക്കമുള്ള സംഖ്യ രൂപീകരിക്കണം.
ഇവിടെ ഈ കളിയിൽ ഒരു പ്രധാനം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും വലിയ അക്കമാണ് രൂപീകരിക്കേണ്ടത്. അപ്പോൾ എന്തു ചെയ്യും? നീരജ് ഇങ്ങനെ ചിന്തിച്ചു. 9-ൽ 2 എണ്ണം ഉണ്ട്, 5-ൽ 1 ഉണ്ട്, 0-ൽ 1 ഉണ്ട്. അപ്പം നീരജ് കുറച്ച് മിടുക്കനായതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാവോ? 9 1000-ന്റെ സ്ഥാനത്തും എഴുതി, 9 100-ന്റെ സ്ഥാനത്തും എഴുതി. ഇനി എന്ത് ചെയ്തു? 5 10-ന്റെ സ്ഥാനത്ത് എഴുതി, 0 1-കളുടെ സ്ഥാനത്ത് എഴുതി സംഖ്യ രൂപീകരിച്ചു. നോക്കണേ, ഇത് നമുക്ക് 2-3 പ്രാവശ്യം കളിക്കുമ്പോഴാണ് ഇതിൻ്റെ ട്രിക്കുകൾ പിടികിട്ടുക. അപ്പോൾ റയാൻ എന്ത് ചെയ്തു? റയാനും ഇതിങ്ങനെ ഇടാൻ പോവാണ്. റയാൻ ഇട്ടു. അപ്പോൾ ഒരെണ്ണം ഇവിടെ 2 എണ്ണം പുറത്ത് ചാടിയില്ലേ? അതുകൊണ്ട് നമുക്ക് റയാന് ഒരു ചാൻസും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ റയാൻ എന്ത് ചെയ്യുന്നറിയാവോ? അടുത്തത് ഇട്ടു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരെണ്ണം 9-ന്റെ സ്ഥാനത്ത് വന്നു. അടുത്ത 3 എണ്ണം 5-ന്റെ കോളത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 9ഉം 5ഉം ഉപയോഗിച്ച് റയാൻ എന്ത് ചെയ്യാം? 4 അക്ക സംഖ്യ രൂപീകരിക്കാം. ഇപ്പം റയാൻ സംശയിക്കാൻ ഒന്നും നിന്നില്ല. റയാൻ എന്ത് ചെയ്യുന്നറിയാവോ? 9000-ന്റെ സ്ഥാനത്തും എഴുതി, പിന്നെയുള്ള 3 എണ്ണവും 5ആണ്. അപ്പം 9555 എന്നെഴുതി. അപ്പം ഇവിടെ നോക്കൂ, ഈ കളിയിൽ ആരാണ് ജയിച്ചത്? നീരജാണ് അല്ലേ? ഇവിടെ 9000 ഉണ്ട്, ഇവിടെ 9000 ഉണ്ട്. പക്ഷേ ഇവിടെ 9 100 ഉണ്ട്, ഇവിടെ എത്ര 100 ഉള്ളൂ? 5 100 ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു കളിയിൽ നീരജ് ജയിച്ചു. ഇനി എന്ത് ചെയ്യാം? അടുത്തത് എന്ത് ചെയ്തു? ഇവർ ബട്ടൺസ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തത് ഇടുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ 4 ചാൻസ് കൊടുക്കാം. 4 ചാൻസ് കളിച്ചിട്ട് കിട്ടിയിട്ട് 4 എണ്ണം എഴുതിയിട്ട് അതിലേറ്റവും വലുത് അവർക്ക് ഇഷ്ടമുള്ളത് എഴുതി വെക്കാം. അങ്ങനെ വേണമെങ്കിൽ ഒരു കളി കളിക്കാം. ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പോഴും നമുക്ക് നീരജ് തന്നെ 2 എണ്ണം 9-ന്റെ കോളത്തിലാണ് വീണത്. 1 5ഉം 1 3-ൻ്റെയിലുമാണ് വീണത്. അപ്പോൾ എന്ത് ചെയ്തു? ഇത് അറിയോ ഇല്ലയോ എങ്ങനെയായാലും നമുക്ക് 4 അക്ക സംഖ്യ ഇവിടെ എഴുതാം. ഇവിടെ നീരജ് എഴുതിയത് 9 9 തന്നെ എഴുതി, പിന്നെ 5 എഴുതി, പിന്നെ 3 എഴുതി. അപ്പോൾ 9953 9953. അടുത്തത് റയാൻ്റെ ചാൻസാണ്. അപ്പോൾ റയാൻ ഇടാൻ പോവാണ്. ഇവിടെ നോക്കൂ, ഇവിടെ വന്നപ്പം ഇവിടെ ഭൂരിഭാഗവും കിടക്കുന്നത് 9-ൻ്റെയിലാണ്. അപ്പോൾ അത് 9-ൻ്റെ ആയിട്ട് കൂട്ടിയാൽ മതി. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ റയാന് കിട്ടിയത് 9-ൻ്റെ കോളത്തിൽ 2 എണ്ണം ഉണ്ട്. 1 5 1. ഇവിടെ എന്താണ്? 6 അപ്പോൾ ഇവിടെ എഴുതി വെക്കാം. ഇവിടെ നോക്കൂ, റയാൻ എഴുതി വെക്കാൻ പോകുന്ന സംഖ്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ 9 എഴുതി, വീണ്ടും റയാൻ എന്ത് എഴുതി? 9 എഴുതി. അടുത്തത് എന്ത് ചെയ്തു എന്നറിയാവോ? ഇവിടെ 6 എഴുതി വെച്ചു. 6 എഴുതിയിട്ട് പിന്നെയാണ് 5 എഴുതിയത്. ഈ കളിയിൽ നിങ്ങളൊന്ന് നോക്കൂ, നീരജാണോ റയാനാണോ ഇതിൽ വിജയി? നമുക്കറിയാം ഇവിടെ 9000 ഉണ്ട്, ഇവിടെ 9000. ഇവിടെ 9 100 ഉണ്ട്, ഇവിടെ 9 100. ഇവിടെ 5 10 ഉള്ളൂ, അപ്പോൾ ഇവിടെ 6 10 വന്നു. അപ്പോൾ റയാനാണ് വിജയി. മനസ്സിലായില്ലേ? ഈ രീതിയിൽ കളിക്കാം. അതല്ലെങ്കിൽ ഇതിന് വേറൊരു ചാൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 4 പ്രാവശ്യം ഇടാം. ഈ 4 പ്രാവശ്യം ഇട്ടപ്പോൾ ചാൻസ് ഒന്നും ഇല്ല, പിന്നെ പുറത്ത് പോയാൽ അത് പോയി. 4 പ്രാവശ്യം ഇട്ടിട്ട് അതിൽ കിട്ടിയ സംഖ്യകൾ എഴുതി വെക്കുക. അതിലേറ്റവും വലിയ സംഖ്യ എടുത്ത് എഴുതുക. അടുത്തത് റയാൻ എന്ത് ചെയ്യുക? 4 ചാൻസ് എടുത്ത് ഉപയോഗിക്കുന്നു. അതിൽ കിട്ടിയ ഏറ്റവും വലിയ സംഖ്യ എഴുതുക. അതിലാരാണ് വിജയി? ഇനി ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ചെറിയ സംഖ്യ രൂപീകരിക്കാം. ഈ രീതിയിൽ നമുക്ക് കളിക്കാം. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് 4 5 കുട്ടികൾ ചേർന്ന് കളിക്കാം. ഓരോ പ്രാവശ്യം ഓരോരുത്തർ കിട്ടുന്നു, എഴുതി വെക്കുന്നു. ആ ഗ്രൂപ്പിൽ ആരാണ് വിജയി? ആ ഗ്രൂപ്പിൽ കിട്ടിയ സംഖ്യകളെല്ലാം ഒരുമിച്ച് എഴുതി വെക്കുന്നു. അത് വായിക്കുന്നത് എങ്ങനെയാണ്? അത് ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ക്രമത്തിൽ എഴുതാം. ഈ രീതിയിലൊക്കെ ഈ കളി നമുക്ക് മാറ്റി മറിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഓരോ പ്രാവശ്യം ഏത് രീതിയിലാണോ വേണ്ടതെന്ന് അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അവർ തീരുമാനിച്ച് അതനുസരിച്ച് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് ഈ കളി മടുപ്പില്ലാതെ പോകും. അടുത്ത കളി ടാൻഗ്രാമാണ്.
ടാൻഗ്രാം തന്നെയായിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഗണിതം മധുരം ടാൻഗ്രാം എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.